അമ്മേ എന്ത് പാടിയതാ നിനക്ക് ചായ ആവശ്യമുണ്ടെ തന്നെ കുടിക്കാൻ മേലേ? അമ്മേ ഞാൻ തന്നെ ചായ ഇട്ട് കുടിച്ച അമ്മയുടെ കൈയുടെ കൈപ്പുണ്യം എനിക്ക് അറിയാൻ പറ്റും. എന്റെ പൊന്നുമോള് വല്ലപ്പോഴും ഞങ്ങൾക്കൊക്കെ ചായ ഇട്ട് തരണേ. അതെ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കട്ടെ? എന്താടി? അമ്മേ കാപ്പിപ്പൊടിക്കുണ്ടല്ലോ, കാപ്പി കളറല്ലേ, അതുകൊണ്ട് കാപ്പി ഇടുമ്പോഴത്തേക്ക് നമ്മൾ കാപ്പി എന്ന് വിളിക്കുന്നു. പക്ഷെ ചായപ്പൊടിക്ക് നമ്മൾ ചായ എന്ന് എന്താ വിളിക്കുന്നത്? എനിക്കറിയത്തില്ല, നീ തന്നെ അത് കണ്ടുപിടിച്ചോ നിന്റെ ബുദ്ധി ഉപയോഗിച്ച്. ഛേ അമ്മ എയർ ഹോസ്റ്റസ് ഒക്കെ അല്ലായിരുന്നു? പിന്നെ എനിക്ക് ചായയുടെയും കാപ്പിയുടെയും കളർ തപ്പി പിടിക്കുന്നതല്ലായിരുന്നോ പണി? അതല്ല, അത്രയും വലിയ പഠിപ്പ് പഠിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ദിനചര്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഇങ്ങനത്തെ ഒന്നും ഞങ്ങളെ പഠിപ്പിച്ചില്ല. ഇനിയും പറയാം അവരോട് ഇത് ആഡ് ചെയ്യാനായിട്ട് ഈ പോർഷനിൽ. തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അച്ഛാ ചായക്കാണെങ്കിൽ എന്റെ ചായ തരത്തില്ല, ഇത് ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് ഉണ്ടാക്കിപ്പിച്ച. നിന്റെ ചായ കുടിക്കാനെന്നല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എടി പറമ്പിൽ നിന്ന് എന്റെ കൊലക്കാരായ വാഴ വെട്ടിയതാരാന്ന്? ഓ അച്ഛൻ നട്ട വാഴ കൊലയ്ക്കൊക്കെ ചെയ്യുവോ? കായ വറുത്തതും തോരൻ ഉണ്ടാക്കിയതും പുട്ടിനോടൊപ്പം ഇങ്ങനെ വിരകി കഴിച്ചതൊക്കെ മാനത്തുനിന്ന് പൊട്ടി വീണ കൊലയൊന്നും അല്ലല്ലോ. അച്ഛൻ മാനത്തൊന്നും പൊട്ടി വീണതാണോന്ന് എനിക്കറിയത്തില്ല, എന്തായാലും അത് കടയിൽ നിന്ന് വാങ്ങിച്ചതെന്ന് എനിക്കറിയാം. ഈ കൊച്ചിനോട് മിണ്ടായിരിക്കാൻ പറയുന്നുണ്ടോ? പിങ്കി നീ ഒന്നും മിണ്ടായിരുന്നേ? ഓ എനിക്ക് മിണ്ടായിരിക്കണമെങ്കിൽ വല്ലതും കഴിച്ചോണ്ടിരിക്കണം. അമ്മ വല്ലതും കഴിക്കാൻ എന്താ, ഞാൻ മിണ്ടായിരിക്കാം. മേലാൽ ഇനി ഞാൻ ഉണ്ടാക്കുന്ന കൃഷിപ്പറമ്പിൽ നിന്ന് ഒരു സാധനം നീ തൊട്ടേക്കരുത്. അല്ലേലും അതെനിക്ക് വേണ്ട. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് നീ കഴിക്കാൻ പാടില്ല. അതെനിക്ക് വേണം. നിങ്ങൾ എന്തിനാ മരിച്ച ഇവളോട് ചൂടാവുന്നേ? എന്റെ വാഴ വെട്ടിയാൽ ഞാൻ ചൂടാവും. അതിന് ഞാനല്ലല്ലോ വാഴ വെട്ടിയ, പിന്നെ എന്നോട് ചൂടാവുന്ന എന്തിനാ? എന്റെ കൊല വെട്ടിയത് ആരായാലും ഞാൻ എല്ലാവരോടും ചൂടാവും. എന്റെ പൊന്നമ്മ ആരാ വാഴ വെട്ടിയേ? എന്റെ പൊന്നു മനുഷ്യ, ഉത്തമനാ വാഴ വെട്ടിയത്. ഉത്തമനാ? അവനെന്താ എന്റെ വാഴ വെട്ടിയത്? അവന്റെ ഡോക്ടർ എന്നുകൊണ്ട് വിളിച്ചപ്പോഴത്തേക്ക് ആ പാടെ വെപ്രാളമായിരുന്നു. എന്റെ വാഴ വെട്ടിയിട്ടാണ് അവന് വെപ്രാളം കാണിക്കാനുള്ളത്? അതൊന്നും എനിക്കറിയാമല്ലോ, അത് നിങ്ങൾ അവനോട് ചോദിക്കും. എടി ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ നോക്കേണ്ട നിന്റെ ഉത്തരവാദിത്തമല്ലേ? എന്റെ പൊന്നു മനുഷ്യ, ഞാൻ വിചാരിച്ച നിങ്ങൾ പറഞ്ഞിട്ടാവും വെട്ടിയെന്നാ. പിന്നെ എന്നോട് ആരും ചോദിച്ചിട്ടൊന്നുമില്ല. അടുത്ത ആഴ്ച കൊലക്കാരായ പൂവൻ വാഴയാ, അതറിയോ? ചേട്ടൻ ചെയ്തത് മോശമായി പോയി കേട്ടോ. ഫുഡിന്റെ കാര്യമായപ്പോഴെങ്കിലും നിനക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയല്ലോ, സന്തോഷമായി. അതച്ഛൻ പറഞ്ഞ റോങ് സ്റ്റേറ്റ്മെന്റ്. ഫുഡിന്റെ കാര്യം കൊണ്ടല്ല, ന്യായത്തിന്റെ കാര്യം എവിടെയുണ്ടോ അവിടെ പൈങ്കിളിട്ട്. ഡി നീ കുത്തിരിപ്പ് ഉണ്ടാക്കില്ല കേട്ടോ ഇതിന്റെ ഇടയ്ക്ക്. ഓ അല്ലേലും അച്ഛാ അമ്മയ്ക്ക് ചേട്ടനെ പറഞ്ഞ പിടിക്കത്തില്ല കേട്ടോ. അവള് പറഞ്ഞ ന്യായമല്ലേ? ഉത്തമനോട് പോയി അവനാ വാഴയിലെല്ലാം കൂടെ എടുത്തോണ്ട് ക്ലിനിക്കിലോട്ട് ഓടി. അവന്റെ ഒരു കാര്യം, അവൻ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ ഇവിടെ പോണു. നീ ഇങ്ങനെ തിന്നോ? ഒരു കാര്യത്തിന് ഒരു ഉത്തരവാദിത്തമില്ല. മനുഷ്യ ഇതെല്ലാം കൂടെ എന്റെ തലയിൽ എന്തിനാ വെച്ചിരുന്നത്? നിങ്ങൾക്ക് ഒന്നും നോക്കാൻ മേലായിരുന്നോ? എടി ഞാൻ ഓരോ ആവശ്യത്തിന് വെളിയിൽ പോകുന്നില്ല, അപ്പൊ നിനക്ക് ഇതൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം. അടുക്കളയിലെ കാര്യം നോക്കും. അടുക്കളയിലെ കാര്യം പിന്നെ വലിയ മലമറിക്കാനുള്ള കാര്യമല്ല ഇവിടെ നടക്കുന്നത്. വാഴ വെട്ടുന്നോ കൊലയ്ക്കുന്നോ അല്ലേ എന്റെ പണി. ആഹാ നല്ല ചായ. മക്കളെ, ഇന്ന് ചേട്ടന് വളരെ സന്തോഷമുള്ള ഒരു ദിവസം ആണല്ലേ? ഈ സന്തോഷം നമുക്ക് അച്ഛനോടും കൂടെ പങ്കുവെക്കാം. അച്ഛാ ദാ ചേട്ടൻ വന്നു. അച്ഛാ നീ എന്തിനാടാ എന്റെ വാഴ വെട്ടിയത്? അത് പറയാനാണ് ഞാൻ വന്നത്. ഇന്ന് ക്ലിനിക്കില് ഒരു സുന്ദരി പശുവിനെ ഡെലിവറിക്ക് കൊണ്ടുവന്നായിരുന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എന്നിട്ട് എങ്ങനെ കോംപ്ലിക്കേഷൻ വരി? കോംപ്ലിക്കേഷൻ മാറ്റിയതാ. അതെ, അവളുടെ ഡെലിവറി സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് പൂവൻ വാഴയുടെ കൂമ്പില കൊടുക്കുന്നത് നല്ലതാണ് പശുക്കൾക്ക്. എടാ നിന്റെ പശുവിന്റെ ഡെലിവറിക്ക് എന്റെ വാഴ എന്തിന്റെ നീ വെട്ടിയത്? അത് കൊടുക്കാൻ വേണ്ടിട്ട് വെട്ടിയാ. അപ്പൊ നോക്കാനൊക്കെ പറ്റുമോ? അതിന് നിനക്ക് എന്റെ വാഴ കിട്ടിയോളാം. നല്ലൊരു വാഴ എവിടെ നിൽക്കുന്നുണ്ട് വെട്ടി. പക്ഷെ അതിന്റെ ഇല വളരുന്നുണ്ടോ, അതിന് പൊക്കം വെക്കുന്നുണ്ടോ എന്ന് നോക്കി ഒരു മനുഷ്യന്റെ മുഖം ചേട്ടൻ ആലോചിച്ചില്ല. ആരംഭം അച്ഛൻ എന്തോന്ന് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചു, അത്ര തന്നെ ചെയ്ത്. അയ്യാ പിന്നെ നീയാണ് അതിന്റെ വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തി വിട്ടത്. അച്ഛൻ ഒരു മിണ്ടാ പ്രാണിക്ക് ഇതുവരെ ലോകം കാണാത്ത അതിന്റെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ വാഴ വെട്ടിയത്. നിനക്ക് നിന്റെ പശുവും പശുക്കുട്ടിയും പോലെ തന്നെയാണ് എനിക്ക് എന്റെ വാഴയും വാഴക്കൊലയും കേട്ടാ. ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ട് എടാ എന്റെ മക്കളെ പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. അച്ഛൻ ഒരു കാര്യം ചെയ്യണം, കൃഷിഭവനിൽ നിന്ന് 2 മക്കളെ കൂടെ വാങ്ങിച്ചോട്ടാ, ഞാൻ വളർത്തി തരാം. അത് ശരി, പോകത്ര കാര്യത്തിന് കളിയാക്കുന്നോടാ? ഞാൻ കളിയാക്കി. അച്ഛൻ പറയുന്ന മാത്രം ശരിയെന്ന് വിചാരിച്ചോണ്ടിരുന്ന എന്നെ അച്ഛൻ്റെ അടുത്ത് ഞാൻ തോന്നുന്നു പറയാൻ വേണ്ടി. നീ ഇത്രയും വളർന്നു നോക്കില്ല, കമ്പ്യൂട്ടറിൽ അടിയെന്ന്. അച്ഛാ കയ്യാങ്കളിയൊന്നും വേണ്ട. ചേട്ടൻ എന്താ ചേട്ടാ മിണ്ടായിരിക്കാൻ അറിയാൻ പാടില്ലേ? ഞാൻ പിന്നെ എന്തോന്ന് ചെയ്യാൻ വേണ്ടി? അച്ഛൻ പറയുന്ന മാത്രം കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? ശരിയെന്ന് പറഞ്ഞോണ്ട് എന്നെ കിട്ടും. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അച്ഛൻ ചുമ്മാ ചേട്ടൻ പോത്ത് പോലെ വളർന്നില്ല അടിക്കാതെ. അടി കിട്ടാൻ കുറവാ അത്. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അച്ഛൻ നോക്കണം, അച്ഛൻ അടിയാൻ പറഞ്ഞിട്ടുണ്ടോ? യവൻ ചെയ്ത എന്താണെന്ന് അമ്മ അറിഞ്ഞ? ഞാൻ എല്ലാം അറിഞ്ഞു, ലളിതോടെ പറഞ്ഞു. അച്ഛമ്മ മിണ്ടാ പ്രാണിക്ക് വേണ്ടി വാഴ വെട്ടി, അതിനാണ് എന്നെ അടിയാൻ പറഞ്ഞത്. അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ടാണ് വാഴ വെട്ടിയത്. പിന്നെ എനിക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോ ഞാൻ എന്റെ ക്ലിനിക്കിന് 2 പശുവിനെ അഴിച്ചിട്ട് പോയാൽ നിനക്ക് ഇഷ്ടപ്പെടുവോ? എന്തോന്നൊക്കെ അച്ഛമ്മ പറയണത്? കുഞ്ഞനെ നിർത്തടാ. അച്ഛമ്മ ഞാൻ സോറി പറയാം. എനിക്കൊന്നും വേണ്ട നിന്റെ ഉടക്ക സോറി ഒന്നും. പറക്കോട്ടെ, ഞാൻ സോറി പറയാൻ ഉദ്ദേശിക്കുന്നു. എടാ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
അച്ഛമ്മ അച്ഛമ്മയ്ക്ക് നല്ല മോനെയും കൊച്ചുമോനെയാണല്ലോ കിട്ടിയത്. നീ കാര്യം പാടി